ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോണ്ട CB350 RSൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റിയും അതുപോലെ ഞാൻ പുതിയതായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോഗ്ലൈറ്റിനെ പറ്റിയ ഒരു റിവ്യൂ ആണ്. സോ എന്തിനാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തതെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നത്. സോ 25 വാട്ട്സിൻ്റെ 2 LED ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഒരു 3-way സ്വിച്ചും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വയറിങ് വളരെ ഈസിയാണ്. ഹെഡ്ലൈറ്റിൽ തന്നെ അതിനുള്ളൊരു പവർ എടുക്കാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ടെന്ന് അവർ കമ്പനി തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വയറിങ് തൊട്ട് ആരും കളിക്കരുത്, വയറിങ് മോഡിഫൈ ചെയ്യാനൊന്നും പോകരുതാരും. പിന്നെ ഇതിൽ യെല്ലോ ലൈറ്റ്സും അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റുമാണ് വരുന്നത്. സോ അത് രണ്ടും 2 സ്വിച്ചിലായിട്ട്, അതായത് 1, 2 എന്നിങ്ങനെ 2 സൈഡിൽ നമുക്ക് സ്വിച്ച് അവൈലബിൾ ആണ്. സോ അതിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇരുട്ടത്ത് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റായി നമുക്ക് സ്റ്റോക്ക് ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ഇരുട്ടാണ്. സോ ഇതാണ് സ്റ്റോക്കിൻ്റെ ഡിം ലൈറ്റ് വരുന്നത്. ഓക്കെ, ഇത് അപ്പർ ലൈറ്റാണ് വരുന്നത്. ഇനി നമുക്ക് ഫോഗ് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ യെല്ലോ ലൈറ്റ് കാണാം. നിങ്ങൾക്ക് കാണാൻ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് കണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ വൈറ്റ് ലൈറ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ അപ്പർ ബീം. സോ ഇനി നമുക്ക് റൈഡിങ് റിവ്യൂയിലേക്ക് പോകാം. സോ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ സ്റ്റോക്ക് ലൈറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ യെല്ലോ ലൈറ്റ് ഓൺ ചെയ്തു. സോ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ കൂടുതലും ഫോഗി ആയി കണ്ടീഷൻസിലും അതുപോലെ നമ്മൾ കൂടുതൽ ട്രിപ്പ് പോകുന്ന ആളൊക്കെ ആണെന്നുവെച്ചെങ്കിൽ ലൈക്ക് മൂന്നാർ ഭാഗത്തോ ഹൈ റേഞ്ച് ഏരിയയിലുള്ളവരൊക്കെ മസ്റ്റായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം നമ്മുടെ CB350 RSൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് അത്ര നല്ലതല്ല ഇത്ര കണ്ടീഷനിലൊന്നും. കാരണം അത് പ്യുവർ വൈറ്റ് ലൈറ്റിൽ ഒരു ബ്ലൂവിഷ് കളറിലുള്ളൊരു ലൈറ്റാണ് വരുന്നത്. ആൻഡ് നോർമൽ റോഡ്സിലൊക്കെ ഓക്കെ ആണെങ്കിലും, പക്ഷെ നമ്മൾ ഒന്നും കൂടി കൂടുതൽ ലൈറ്റുള്ള ഏരിയ, ലൈക്ക് കൂടുതൽ ട്രാഫിക്കുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തോന്നുന്നതാണ്. കാരണം നമുക്ക് നന്നായി കാണാൻ സാധിക്കില്ല മറ്റു ലൈറ്റുകൾ വരുമ്പോൾ. സോ എല്ലാ ലൈറ്റിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒന്നും കൂടി ഒരു ഉൾറോട്ടിലേക്ക് പോകാം. ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം വെളിച്ചമുണ്ടെന്നും ആ കുണ്ടും കുഴികളെല്ലാം എത്ര ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം നോർമലി ഞാൻ നല്ല യാത്ര ചെയ്യുന്ന ഒരാളാണ്. സോ ഇത് മസ്റ്റായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. ഇതിൻ്റെ അപ്പർ ബീമാണ്. ഇതൊരിക്കൽ പോലും നിങ്ങൾ ഒരു ഹൈവേയിൽ യൂസ് ചെയ്യരുത്. കാരണം ഇത് അപ്പർ ബീമായിട്ടാണ് വരുന്നത്. വൈറ്റ് ലൈറ്റാണ്. ഡയറക്റ്റ് ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കണ്ണിലേക്കാണ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആംഗിൾ മാറ്റാൻ സാധിക്കുന്നതാണ്. പക്ഷേ എനിക്ക് കൂടുതൽ യെല്ലോ ലൈറ്റ്സിന് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ യെല്ലോ ലൈറ്റ്സാണ് കൂടുതൽ റോട്ടിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ 25 വാട്ട്സാണ് ഈച്ച് ലൈറ്റ് വരുന്നത്. എനിക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആകെപ്പാട് വന്ന കോസ്റ്റ് വരുന്നത് 1740 രൂപയാണ് ഈ 2 ഫോഗ് ലൈറ്റിന് മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ വണ്ടിയുടെ ഫോർക്കിലാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനൊരു ക്ലാമ്പ് ആവശ്യമാണ്. ആ ക്ലാമ്പിന് 750 റുപ്പീസും. അതുപോലെ ഈ സ്വിച്ചിന് വരുന്നത് 3-way സ്വിച്ചിന് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചാണ് എടുത്തത്. അതിന് 290 റുപ്പീസാണ് വന്നത്. പിന്നെ 250 റുപ്പീസ് അതിൻ്റെ ഒരു ലേബർ ചാർജായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മാക്സിമം CB350 RS യൂസേഴ്സ് എല്ലാവർക്കും ഞാൻ നല്ല റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ വലിയ ലൈറ്റ് വേണമെന്നില്ല, ഇത് തന്നെ നമുക്ക് ധാരാളമാണ്. സോ ഇതിലും പവർഫുള്ളായ ലൈറ്റുകൾ അവൈലബിൾ ആണ്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ പകലൊന്നും ആരും യൂസ് ചെയ്യാണ്ടിരിക്കുക, കാരണം പോലീസിനടുത്ത് ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ലീഗലാക്കണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം, എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ റോഡ് കണ്ടീഷൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇതുപോലുള്ള വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.